ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഓക്കെ, അപ്പൊ നമ്മള് നേരെ വിഷയത്തിലേക്ക് കടക്കുകയാണ്. ശുക്റുള്ളവരായി വിജയം നേടാൻ അള്ളാഹു നമ്മെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. ആമീൻ. നമ്മുടെ വിഷയം നിങ്ങൾ സ്ക്രീനിൽ കാണുന്നുണ്ട്. നേരത്തെ പഠിച്ചു വന്ന 2-3 ക്ലാസ്സുകളിലായിട്ട് പഠിച്ചു വന്നിട്ടുള്ള അഹ്കാമുൻ നൂനി സാക്കിന വ തൻവീൻ, സുക്കൂനുള്ള നൂനിൻ്റെയും സമാനമായ തൻവീനിൻ്റെയും ഹുക്മുകളെ കുറിച്ചാണ്. ഖുർആൻ വായിക്കുന്ന സമയത്ത് സുക്കൂനുള്ള നൂനിന് ശേഷമുള്ള അക്ഷരങ്ങളെ ബേസ് ചെയ്തിട്ട് അതിന് പ്രധാനമായി 4-5 താളരസങ്ങൾ പുതുതായി ഉണ്ടാകുന്നുണ്ട്. ആ താളരസങ്ങളെ അപ്ലൈ ചെയ്യുമ്പോഴാണ് ഖുർആൻ റെസിറ്റേഷൻ, പാരായണം, തിലാവത്തുൽ ഖുർആൻ ഏറെ മധുരമുള്ളതാകുന്നതും ജദ്ദാബത്ത് ആകർഷണീയമാകുന്നതും. അതിൽ 1-2 നമ്മൾ പഠിച്ചു. ഇന്ന് നമ്മൾ പഠിക്കുന്നത് ഇൻഷാ അല്ലാഹ് ഇഖ്ലാബാണ്. അൽ ഇഖ്ലാബ്. സമയം അനുവദിക്കുകയാണെങ്കിൽ അൽ ഇഖ്ഫാ. ഇത് രണ്ടും നമ്മൾ പഠിക്കണം ഇൻഷാ അല്ലാഹ്. ഇഖ്ലാബ് ചെയ്യുന്നത് എങ്ങനെയാണ്, നൂനു സാക്കിനയെ ഇഖ്ലാബ് ചെയ്യുന്നത് എങ്ങനെയാണ്, എന്താണ് ഇഖ്ലാബ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഏതെല്ലാം സന്ദർഭത്തിലാണ് നൂനു സാക്കിനയും തൻവീനും, അതായത് നൂൻ എന്ന ശബ്ദത്തെ ഏതക്ഷരം വരുമ്പോഴാണ് ഇഖ്ലാബ് ചെയ്യുന്നത്, എന്തായിട്ടാണ് ഇഖ്ലാബ് ചെയ്യുന്നത്. ഒന്നാമത് ഇഖ്ലാബിന്റെ വേർഡ് മീനിങ്. 2, എപ്പോഴാണ് അത് സംഭവിക്കുന്നത്, ഏതക്ഷരം വരുമ്പോഴാണ്, എങ്ങനെയാണ്, ആ സമയത്ത് എന്തെല്ലാം ശ്രദ്ധിക്കണം. പിന്നെ ഇഖ്ഫാന്റെ വേർഡ് മീനിങ്, എത്ര അക്ഷരങ്ങൾ വരുമ്പോഴാണ്, ഏതൊക്കെയാണ് അത് ഇഖ്ഫ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്, എങ്ങനെ, ഇൻഷാ അല്ലാഹ്. പിന്നെ ഒപ്പം തഹജീം. അതോടുകൂടെ നൂനു സാക്കിന വ തൻവീനിലെ വിഷയം അവസാനിക്കും ഇൻഷാ അല്ലാഹ്. യെസ്, നോക്കാം. ഇഖ്ലാബിലേക്ക് പോകാം. ഓക്കെ, ഇദ്ഹാർ പഠിച്ചു, ഇദ്ഗാം പഠിച്ചു, ഇദ്ഹാറും ഇദ്ഗാമും പഠിച്ചു അല്ലെ. ഇദ്ഹാർ, ഇഖ്ഫാ, ഇദ്ഗാം, ഇഖ്ലാബ്, ഈ 4 എണ്ണമാണ് പ്രധാനമായിട്ടുള്ളത്. അതിൽ നമ്മൾ പഠിച്ചത് അതെ, ഇദ്ഹാറും ഇദ്ഗാമുമാണ്. നമ്മളെ സ്ലൈഡ് നിങ്ങളെ ഏറെ ഹെൽപ്പ് ചെയ്യും. നേരത്തെ പഠിച്ചതായതുകൊണ്ട് കുറച്ച് ചെറുതാക്കി എഴുതി, ടോപ്പിക് അവിടെ വലിയതായി വന്നു. ആരോ മാർക്കുകൾ കൃത്യമായി സൂചന നൽകുന്നുണ്ട്. നൂനു സാക്കിന വ തൻവീനിലെ 4 പ്രധാന ഹുക്മുകളെയാണ് 4 ഗോളങ്ങൾ കാണിക്കുന്നത്. അതിൽ ഒന്നാമത്തത് ഇദ്ഹാറാണ്, നമ്മൾ പഠിച്ചു കഴിഞ്ഞു. രണ്ടാമത്തെ ഇദ്ഗാമാണ്. ഇദ്ഗാമിനെ നമ്മൾ വീണ്ടും 2 ആക്കിയിട്ടുണ്ടായിരുന്നു. ഇദ്ഗാം ബി ഉന്ന, ഇദ്ഗാം ബി ഗൈരി ഉന്ന, അല്ലെങ്കിൽ ഇദ്ഗാം ബിലാ ഉന്ന. ഇന്ന് നമ്മൾ പഠിക്കുന്നത് ഇഖ്ലാബാണ്. അതുകൊണ്ട് നമ്മളൊന്നും കൂടെ ഹൈലൈറ്റ് ചെയ്തു. ഇത് കഴിഞ്ഞിട്ട് അതാ അവിടെ ഒന്ന് മറഞ്ഞിരിപ്പുണ്ട് എന്നതിന് ഇഖ്ഫ എന്നാണ് പറയാറുള്ളത്. ഇഖ്ഫ എന്നത് അവിടെ മറഞ്ഞിരിക്കുകയാണ്, നമ്മൾ പഠിക്കാനുണ്ട്. ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് ടൈമിൽ പഠിക്കാം. ഇന്നോ മറ്റു ദിവസമോ ആയിട്ട് പഠിക്കാം. ഓക്കെ, അപ്പൊ ഇഖ്ലാബ്, അൽ ഇഖ്ലാബ്. ഇഖ്ലാബ് എന്നോ ഖൽബ് എന്നോ പറയാം. നിങ്ങൾക്ക് നോട്ട് ചെയ്ത് വെക്കാവുന്നതാണ്. ഇഖ്ലാബ് എന്നും ഈ ഹുക്മിന് പറയാറുണ്ട്, എഴുതപ്പെട്ടിട്ടുണ്ട്. ഖൽബ് എന്നും പറഞ്ഞിട്ടുണ്ട്. നൂനു സാക്കിന വ തൻവീനുമായി ബന്ധപ്പെട്ട ഖൽബ് എന്ന നിയമം, അല്ലെങ്കിൽ ഇഖ്ലാബ് എന്ന നിയമം, ആരെങ്കിലും ഈ വാക്കിന്റെ അർത്ഥം പറയാമോ? ഖൽബ് എന്നാൽ എന്താണ്? ഖൽബ് എന്ന് പറഞ്ഞാൽ മാറി മറിയുന്നത് എന്നാണ്. അതെ, ഇൻഖിലാബ് സിന്ദാബാദ് എന്ന് പറയാറുണ്ട്. അതെ, മാറ്റിമറിക്കൽ. ഒരു സമരം ചെയ്യുന്ന സമയത്ത് മുദ്രാവാക്യം വിളിച്ചു പറയാറുള്ള ഒന്നാണ് ഇൻഖിലാബ് സിന്ദാബാദ്.
ഇൻഖിലാബ് എന്ന് പറഞ്ഞാല് ഇപ്പോഴുള്ള അവസ്ഥയിൽ നിന്ന് ഞങ്ങൾ പറഞ്ഞ അവസ്ഥയിലേക്ക് മാറി മറിയട്ടെ എന്നാണ് പറഞ്ഞതിന്റെ ആശയം. നമ്മുടെ ഹൃദയത്തിന് ആ പേര് കൊടുത്തത് കൽബ് എന്ന പേര് കൊടുക്കാനുള്ള കാരണം എന്തായിരിക്കും? അത് ഇളകി മറിയുന്നുണ്ട്. അതിങ്ങനെ മാറി മറിയുന്നത് കൊണ്ട്. ഇളകി മറിയാൻ മീൻസ് ചിന്തകൾ മാറിക്കൊണ്ടേയിരിക്കും. നമ്മള് ഒരു ഇന്നത്തെ ക്ലാസ് ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ പറയും, ഞാൻ ഇന്ന് മുതൽ എല്ലാ ദിവസവും പ്രാക്ടീസ് ചെയ്യും, ഹോംവർക്ക് ഇന്ന് തന്നെ ചെയ്യും എന്നൊക്കെ പറയും. ക്ലാസ് കഴിഞ്ഞ് പെട്ടി പൂട്ടി അങ്ങോട്ട് മാറി കിടന്നുറങ്ങി രാവിലെ ഈ സംഭവം തന്നെ ഓർമ്മ ഉണ്ടാവുകയില്ല. നമ്മൾ ഭയങ്കര പ്ലാനിങ് ആയിരിക്കും. ഒരു ഖുതുബയൊക്കെ കേട്ടാൽ കേൾക്കുമ്പോൾ നമ്മൾ ഭയങ്കര കാര്യമായിരിക്കും, ഇനി മുതൽ ഞാൻ അങ്ങനെ എങ്ങനെയാന്നൊക്കെ പറയും. പക്ഷെ പിന്നത്തെ ആഴ്ച പോയിട്ട് കഴിഞ്ഞ ആഴ്ചത്തെ ഖുതുബ എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ അത് ഓർമ്മ ഉണ്ടാവില്ല. ആരാ പറഞ്ഞതെന്നും കൂടെ ഓർമ്മ ഉണ്ടാവില്ല. ഞാൻ എവിടെ ഇരുന്നതെന്ന് പോലും ഓർമ്മ ഉണ്ടാവില്ല. ഇതാണ് കൽബ്. അത് കറക്റ്റ് അല്ലേ? അപ്പോൾ ഞാൻ പറഞ്ഞത് കൽബ് എന്ന വാക്കിനർത്ഥം കൽബ് എന്ന്. അതുകൊണ്ടാണ് അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക് എന്ന് പ്രാർത്ഥിക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. ഇത് നമ്മുടെ ഒരു കുഴപ്പമല്ല, അത് അങ്ങനെയാണ്. അങ്ങനെയുള്ള മാറിക്കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഹൃദയത്തിന്റെ ഉടമയെയാണ് അയാളാണ് പരീക്ഷിക്കപ്പെടുക എന്ന് പറയുന്നത്. അപ്പോഴാണ് ആടിക്കളിക്കാതെ, ആടിയുലയാതെ, ചാഞ്ചാടാതെ ഒരാദർശത്തിൽ ഉറച്ചു നിൽക്കാനുള്ള സ്ഥിരചിത്തത നേടിയെടുക്കുക എന്നതാണ്. ചിത്തം മാറിക്കൊണ്ടിരിക്കും. സ്ഥിരചിത്തത നേടിയെടുക്കുക എന്നുള്ളത് ഒരു വലിയ പരീക്ഷണത്തിലെ വിജയം തന്നെയാണ്. അപ്പൊ നമ്മള് ഈമാൻ ഇങ്ങനെ കൂടും കുറയും, ഈമാൻ യസീദു വയൻഖുസു എന്ന് പറയാം. അപ്പൊ അതിനെ സിയാദത്തിൽ അല്ലെങ്കിൽ നുക്സാൻ, പോരായ്മകളിലേക്ക്, കുറവിലേക്ക് പോകാതെ ഈമാനിനെ തജ്ദീദ് നടത്താൻ നമുക്ക് കഴിയണം, പുതുക്കിക്കൊണ്ടിരിക്കാൻ കഴിയണം. യാ മുഖല്ലിബൽ ഖുലൂബ്, അതുപോലെ ലാ തുസിഗ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ. അങ്ങനെ കുറെ പ്രാർത്ഥനകൾ നിങ്ങൾക്ക് അറിയാം, നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്. നിങ്ങളൊക്കെ പ്രാർത്ഥിക്കണം. അള്ളാഹു നമ്മുടെയൊക്കെ ഹൃദയത്തെ ഏറ്റവും നല്ല ചിന്തകളിൽ നിലനിർത്തുകയും അങ്ങനെ പരലോകത്ത് സുഖജീവിതത്തിലേക്ക് നമ്മെ നയിക്കുകയും ചെയ്യട്ടെ. ആമീൻ, ഇൻഷാ അല്ലാഹ്. അപ്പൊ ഇഖ്തിലാബ് എന്ന് പറഞ്ഞാൽ മാറ്റിമറിക്കുക എന്നാ. അപ്പൊ നമ്മൾ ഇവിടെ കണ്ടിട്ടുണ്ടാ ആരെയാണ് മാറ്റുന്നത്? ചോദ്യത്തിന് ഉത്തരം പറയൂ അല്ലെങ്കിൽ എഴുതൂ. ആരെയാണ് മാറ്റുന്നത്? ആരെയാണ് കൽബ് ഇഖ്തിലാബ് ചെയ്യുന്നത്? നൂനു സാക്കിന വ തൻവീൻ. യെസ്, നൂൻ, സുക്കൂനുള്ള നൂനിനെ അല്ലെങ്കിൽ അതിന്റെ ശബ്ദം വരുന്ന തൻവീനിനെ, അന്ന് എന്ന നൂനു സാക്കിനെയാണ് നമ്മൾ കൺവേർട്ട് ചെയ്യുന്നത്, ഇഖ്തിലാബ് ചെയ്യുന്നത്. ആ നൂനിനെ എന്തായിട്ടാണ് കൺവേർട്ട് ചെയ്യുക? മറ്റൊരക്ഷരമായിട്ടാണ്. ഏതക്ഷരമായിട്ടാണ് കൺവേർട്ട് ചെയ്യുക? ഓക്കെ, മീമായിട്ടാണ് കൺവേർട്ട് ചെയ്യുക. അപ്പൊ സുക്കൂനുള്ള നൂനിനെയോ അല്ലെങ്കിൽ തൻവീനിലുള്ള നൂൻ ശബ്ദത്തെയോ മീമാക്കി കൺവേർട്ട് ചെയ്യാൻ കാരണക്കാരനാകുന്ന അക്ഷരം ഏതാ? നമ്മൾ നൂനുസാക്കിനെ ഇൽഹാർ ചെയ്യാൻ കാരണക്കാരനായത് 6 അക്ഷരങ്ങളായിരുന്നു. നൂനുസാക്കിനെ ഇദ്ഗാം ചെയ്യാൻ യർമലൂന എന്ന 6 അക്ഷരമായിരുന്നു. അതിൽ ഇദ്ഗാം ബി ഗുന്ന ചെയ്യാൻ യൻമു എന്ന 4 അക്ഷരമായിരുന്നു. റാഉം ലാമും എന്ന 2 അക്ഷരങ്ങളാണ് ഇദ്ഗാം ബിലാവുന്ന ചെയ്യാൻ കാരണമായത്. എന്നാൽ നൂനുസാക്കിന തൻവീനിനെ കൺവേർട്ട് ചെയ്യാൻ, മീമായി കൺവേർട്ട് ചെയ്യാൻ കാരണക്കാരനായ അക്ഷരം ഒരേ ഒരു അക്ഷരമാണ്. അതാരാ? അഥവാ ഇനി നമ്മുടെ സ്ലൈഡിലേക്ക് ഒന്ന് നോക്കൂ. നൂനു സാക്കിന തൻവീനിന് ശേഷം ബാ എന്ന അക്ഷരം വന്നാൽ ആ നൂനിനെ എന്തായി മാറ്റണം? മീമായി മാറ്റണം, അല്ലേ? മീമാക്കി മാറ്റണം. അപ്പൊ ഡെഫിനിഷൻ കറക്റ്റ് ആണല്ലോ, നമുക്ക് വളരെ വ്യക്തമായിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. മനസ്സിലായോ ഇല്ലേ എന്ന് അറിയിക്കൂ. നൂനു സാക്കിനക്ക് ശേഷം ബാ വന്നാൽ ആ നൂനിനെ മീമാക്കി മാറ്റുകയും മണിച്ചുകൊണ്ട് മീമിനെ ബായിനടുത്ത് മറച്ചോതുകയും വേണം. നൂനുസാക്കിനൊക്കെ ശേഷം ബാവ് വന്നപ്പോൾ നൂനിനെ മീമാക്കി മാറ്റി.
ഇനി നമ്മൾ പാലിക്കേണ്ടത് മീമിന്റെ നിയമമാണ് അല്ലേ? നമ്മൾ അതിലേക്ക് പോവാം. മനസ്സിലായോ ഇല്ലയോ? ഒന്നുകൂടി പറയോ? മീമാക്കി മാറ്റുകയും അളിച്ചുകൊണ്ട്. അതാ അവിടെ നോക്കിയിട്ട് പറയാൻ നമുക്കിതാ. ഈ സ്ലൈഡിലേക്ക് നോക്കൂ. ഈ സ്ലൈഡിൽ ഞാൻ നൂനിനൊക്കെ സുക്കൂൻ ഇട്ടിട്ടുണ്ട്. സാധാരണഗതിയിൽ ഇഖ്ലാബ് ചെയ്യുന്നിടത്ത് സുക്കൂൻ ഇടൂല, പക്ഷെ നമ്മളിപ്പോ പഠിക്കാൻ വേണ്ടി ഞാൻ സുക്കൂൻ ഇട്ടതാണ്. മിൻ 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 കേസർ എന്ന് അതിൽ കൂടെ പോരോ? മിൻ ബാദി, മിൻ ബാദി. എല്ലാവരും കേസർ നോക്കുക, പോയിന്റ് ചെയ്ത് പോകുന്നത് നോക്കുക. മിൻ എന്നിടത്തൊരു നൂന് കാണാം, പിന്നെയുള്ള അക്ഷരം ബാ ആണ്. അപ്പൊ നൂന് സാക്കിനക്ക് ശേഷം ബാ വന്നു. അപ്പോ ഈസ് ഈക്വൽ ടു സമം എന്തായി മാറും? തൊട്ട് ശേഷം കാണാം മിമ് ബാഴ്തി. അപ്പൊ മിൻ ബാഴ്തി എന്നത് മിം ബാഴ്തി എന്നാണ് വായിക്കുക. പക്ഷെ അത് എന്ത് ചെയ്യണം? ഏറ്റവും താഴെ പറഞ്ഞതുപോലെ ഇഖ്ലാബ് ബി ഗുന്ന ഹറക്കത്തൈൻ ചെയ്യണം. ഇഖ്ലാബ് ബി ഗുന്ന ചെയ്യണം, മണിച്ചുകൊണ്ട് വേണം വായിക്കാൻ. മീം ബ എന്ന് പറയണം. മീം ബഅദി ശബ്ദ വരാതെ ബഅദി എന്ന് പറയരുത്. മീം ബഅദി, മീം ബഅദി. അതാണ് സാർ ഖുറാനിലും അതിന്റെ താഴെ ഇങ്ങനെ ചെറിയ മീമ് കാണുന്നത്. ഇവിടെ നോക്കൂ, ഇപ്പൊ നോക്കൂ, ഒരു മീമിനെ റൗണ്ട് ചെയ്യുന്ന കണ്ടോ? കേസർ കൊണ്ട്, പോയിന്റർ കൊണ്ട്. ഫഅൻബത്ന, ഫഅൻബത്ന എന്നിടത്ത് നൂനു സാക്കിനയെ തൊട്ട് ശേഷം ബാ വന്നതുകൊണ്ട് മീമാക്കി മാറ്റി. അരെ നൂനു സാക്കിനയെ മീമാക്കി മാറ്റി. അപ്പൊ നമ്മൾ വായിക്കേണ്ടത് അംബത്ന എന്നാണ്. അംബത്ന മണിക്കുകയും കൂടി ചെയ്യണം. അംബത്ന ഫഅംബത്ന ഫഅംബത്ന. ചെയ്തത് എന്താണ്? നൂൻ സാക്കിന മുൻഖലിബ. അല്ല, എന്റെ മൈക്ക് ഓഫ് അല്ലല്ലോ, ആരോ ചോദിക്കുന്നു. നൂൻ സാക്കിന മുൻഖലിബ, ഇഖ്ലാബ് ചെയ്യപ്പെട്ടു ആ സുക്കൂനുള്ള നൂന് എന്നാണ് നമ്മൾ പറയാ. ശരി, അടുത്ത സ്ലൈഡിൽ ഞാൻ ഒരു കാര്യം കൂടെ ആഡ് ചെയ്യാണ്, നന്നായി ശ്രദ്ധിക്കണം. ആ സ്ലൈഡ് ഒന്ന് നോക്കാം. നൂൻ സാക്കിന സുക്കൂനുള്ള നൂന് തൊട്ട് സായ മിൻ ബാഴ്തിന്നുണ്ട്, അതിലുള്ള നൂനിനെ കുറിച്ചാണ് പറയുന്നത്. നൂൻ സാക്കിന സുക്കൂനുള്ള നൂന് മുൻഖലബ, മുൻഖലബ മാറ്റപ്പെട്ടിരിക്കുന്നു, ഇത്ലാബ് ചെയ്യപ്പെട്ടിരിക്കുന്നു. ലിമീമ് മീമായിട്ട്. മിൻ ബാഴ്തി എന്നതിലെ മി എന്ന നൂന് സാക്കിന മീമായി മാറ്റപ്പെട്ടിരിക്കുന്നു. ആ മീമിനെ എന്ത് ചെയ്യണം? മുഖ്ഫാ ഇൻദൽ ബാഇ, ബാഇന്റെ അടുത്ത് മറച്ചു വെക്കണം. ബാ മഫ്തൂഹ ഫത്ഹ ഉള്ളതാണ്. ബി ഗുന്ന ഹറക്കത്തൈൻ, രണ്ട് ഹറക്ക മണിച്ചുകൊണ്ട്. അപ്പൊ എന്ത് മനസ്സിലായി? രണ്ട് നിയമം ഓൾറെഡി ഇവിടെ കൺവേർട്ട് ചെയ്യാണ്. നൂനു സാക്കിനക്ക് ശേഷം ബാ വന്നപ്പോൾ നൂന് മീമായി മാറി, കൺവേർട്ട് ചെയ്തു, അത് ഡൈവേർട്ട് ചെയ്തു. ആ മീമിനെ നമ്മൾ തൊട്ട് ശേഷം ബാ ആയതുകൊണ്ട് മറച്ചു വെക്കണം. ഒന്നും കൂടെ, ഇവിടെ ബാന്റെ അടുത്ത് ഇപ്പോഴാരാ ഉള്ളത്? ഇപ്പൊ ബാന്റെ മുമ്പത്തെ അക്ഷരം ആരാ? അല്ല, നൂൻസാക്കിനെ പോയി, എഴുത്തിലല്ലേ ഉള്ളൂ. നൂൻസാക്കിനെ ശേഷം ബാ വന്നാൽ നൂൻ, ആ മീമാണുള്ളത്. ആ തൊട്ട് ശേഷമുള്ള സ്ലൈഡ് നോക്കൂ, തൊട്ട് മുമ്പത്തെ സ്ലൈഡ് അതാ നോക്കൂ. മീൻ ബാഴ്തി എന്നുള്ളത് സത്യത്തിൽ അവിടെ എഴുത്ത് നിയമത്തിൽ നൂനാണുള്ളത്, മീൻ. പക്ഷേ വായനയിൽ മിം എന്നാണുള്ളത്. ആ നൂന് മീമായി കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. നൂൻ സാക്കിന കൺവേർട്ടഡ് ടു മീം.
ഇനി നമ്മൾ പാലിക്കേണ്ടത് ഏതിന്റെ നിയമ? നൂനിന്റെ നിയമാണോ മീമിന്റെ നിയമാണോ? മീമുസാക്കിനിന്റെ നിയമം. കാരണം ഈ നൂന് നമ്മൾ മീമാക്കി, സർജറി ചെയ്ത് മീമാക്കി. ഇനി മീമിന്റെ ശേഷമാണ് ബാളുള്ളത്. അപ്പൊ നമ്മൾ മീമ് ഇഖ്ഫാ ചെയ്യണം. അതാണ് തഹജ്ജീൽ. നിങ്ങൾ നോക്കൂ, ഇഖ്ലാബ് ചെയ്ത് എന്ന് പറഞ്ഞിട്ട് പിന്നെ മീമിനെ ഇഖ്ഫാ ചെയ്യണം എന്ന് പറഞ്ഞു. നൂൻ സാകിന മുൻഖലബ ലിമീം, അതൊരു പോയിന്റ് ആണ്, അവിടെ വെക്കുക, അവിടെ ഒരു ബാറ് കൊടുക്കുക. നൂൻ സാകിന മുൻഖലബ ലിമീം, സുക്കൂനുള്ള നൂനിനെ മീമാക്കി മാറ്റപ്പെട്ടിരിക്കുന്നു. കാരണം ബാവ് വന്നിട്ടാട്ടോ. ആ മീമിനെ താൽക്കാലികമായി അവിടെ കയറി കൂടിയ മീമിനെ ബാഇനടുത്ത് മണിക്ക് മറച്ചു കൊണ്ടോതണം. മുഖ്ഫ എന്ന് പറഞ്ഞാൽ ഇഖ്ഫാ ചെയ്യണം, മറക്കണം. ബിഗുന്ന ഹറക്കത്തൈൻ, മണിച്ചുകൊണ്ട്. മിൻ ബഅദി മാ ജാഅത്ഹുമുൽ ബയ്യിന എന്നൊക്കെ പറയാറുണ്ട്. ഇനി ഒന്ന് പറയൂ, നിങ്ങൾക്ക് കാര്യം പിടുത്തം കിട്ടിയോ എന്ന്? ഓക്കെ ഓക്കെ. അല്ലാഹു, അതിന്റെ മീനിങ് ഒന്നും കൂടി പറയാം. നൂൻ സാകിന മുൻഖലബ ലിമീം, സുക്കൂനുള്ള നൂന് മീമായി മാറ്റപ്പെട്ടിരിക്കുന്നു. മുഖ്ഫാ ഇൻദൽ ബാഇൽ മഫ്തൂഹ, ആ മീമ് ബാഇനടുത്ത്, ഇവിടുത്തെ ബാ ഫത്ഹാട്ടോ, അതുകൊണ്ട് ഫത്ഹായ ബാഇനടുത്ത് മറച്ചു വെക്കപ്പെടുന്നു, അല്ലെങ്കിൽ അവ്യക്തമാക്കപ്പെടുന്നു. ബിഗുന്ന ഹറക്കത്തൈൻ, വായിക്കുമ്പോ രണ്ട് ഹറക്കത്തൈനി മണിക്കണം. മീംബ എന്ന് പറയണം. ഞാൻ കഴിഞ്ഞ ഓഫ്ലൈൻ ക്ലാസ്സിൽ എഴുതിപ്പിച്ചിരുന്നു, മിമ്പർ എന്ന് എഴുതാൻ പറഞ്ഞിരുന്നു. ഖതീബ് മിമ്പറിൽ കയറി. നിങ്ങളൊന്ന് എഴുതി നോക്കൂ, മിമ്പർ എന്ന് എങ്ങനെ എഴുതുക? നിങ്ങൾ അവിടെ എഴുതി നോക്കൂ. ഖതീബ് മിമ്പറിൽ കയറി എന്ന് എഴുതുക എങ്ങനെയാ? മിമ്പർ എന്ന് മാത്രം എഴുതിയാൽ മതി. എഴുതിയോ എല്ലാരും? ചെയ്തതാണോ എഴുതേണ്ടത്? ഇഖ്തിലാബ് ചെയ്തിട്ടുള്ളതാണോ എഴുതേണ്ടത്? നമ്മള് എഴുതാനാ ഞാൻ പറഞ്ഞു. അതല്ലേ അങ്ങനെ എഴുതാനാ ഞാൻ പറഞ്ഞു. എഴുത്തിൽ മാറ്റല്ല, മിമ്പർ നൂന്. എഴുത്ത് നിയമം ഒന്ന് വേറെയും വായനാ നിയമം ഒന്ന് വേറെയല്ലേ? അപ്പൊ വായിക്കുന്ന പോലെ എഴുതാൻ പറ്റുമോ? പാടില്ലല്ലോ. വായനാ നിയമം വായിക്കുമ്പോഴുള്ള നിയമമാണ്. മിമ്പറ വായിക്കുമ്പോ മിമ്പർ എന്ന് വായിക്കൂ. അതെ, എല്ലാവർക്കും അങ്ങനെയാണോ കിട്ടിയേ? മീമ്, നൂന്, ബാ, റാ അങ്ങനെ കിട്ടിയൊരു ഒന്ന് കാണിച്ചാട്ടെ. മീമ്, നൂന്, വാവിന് ശബ്ദം ഉണ്ടാവും, നൂനിന്റെ മുകളില് ഒരു മീമുണ്ടാവും. ശബ്ദ ഉണ്ടാവുമോ ബാന്? മിമ്പർന്ന ഖതീബ് മിമ്പർമ കയറി എന്നാ പറയാ. മീം കസ്റ, നൂൻ സുക്കൂന്, ബാ ഫതഹ, ഖാഫ്. അത്രേ ഉള്ളൂ. മിമ്പർ മണിക്കാനാണ് ആ ടൈം എടുക്കുന്നത്, അല്ലാതെ ശബ്ദല്ല. മിമ്പർ എന്നല്ല, മിമ്പർ മിമ്പർ. ഓക്കെ. അപ്പൊ നമ്മുടെ ഇംഗ്ലീഷിലുണ്ട് അങ്ങനെ വാക്കില്ലേ? MENBER അല്ലേ മെമ്പർ ആയത്? പഞ്ചായത്ത് മെമ്പർ അല്ലേ? മെമ്പർ എന്ന് വായിക്കാറുള്ളത് നമ്മള് ആണോ? അല്ലേ? ആണോ? അല്ലേ?
മെമ്പർ MEM. അത് ഇഖ്തിലാഫായതല്ല, അത് അങ്ങനെ തന്നെയാണോ, അത് MEM ആണ്. ഓക്കെ, മെമ്പറും മിമ്പറും തമ്മിൽ മാറ്റമുണ്ട്. ഓക്കെ, മിമ്പർ മിൻബറാണ്, മനാബിർ എന്നാണ് മിമ്പറിന്റെ ജമഅ. മനാബിർ, മനാബിർ, മമാബിർ അല്ല, മനാബിർ. ഏകവചനത്തിൽ മിൻബർ, വായിക്കുമ്പോൾ മിമ്പർ. ഓക്കെ, അപ്പൊ അത് നിങ്ങൾക്ക് മനസ്സിലായി. നൂന് ഇവിടെ ഇവിടെ പെട്ടെന്ന് നോക്കിയാൽ മനസ്സിലാവും. ഇഖ്ലാബ് ഇഖ്ഫ, ആദ്യം നടന്നത് ഇഖ്ലാബാണ്. നൂന് മാറി മീമായി, ആ മീമിനെ ഇഖ്ഫ ചെയ്തു. നൂന് മീമായി ഇഖ്ലാബ് സംഭവിച്ചു, അപ്പോൾ മീമിനെ ഇഖ്ഫ ചെയ്തു ബാവിന്റെ അടുത്ത്. ഇതാണ് ഇപ്പൊ ഈ സ്ലൈഡ് ശരിക്കും മനസ്സിലാവും. യെസ്, നെക്സ്റ്റ് ക്ലിക്കിലോ മീം ബ ഇഖ്ഫ, കണ്ടോ? ഓക്കെ, ക്ലിയർ ആണ്. വേഗം പോവാം. ഒന്ന് രണ്ട് വാക്കുകൾ നോക്കാം. കിറാമിൻ ബററ. ഇവിടെ യഥാർത്ഥത്തിൽ കിറാമിൻ കാഫ് കസ്റാക്കി, റാ ഫത്ഹ മുഫഖമ, അലിഫ് മദ് മുഫഖമ, മദ് ത്വബീ ഹറകതാൻ, റാ കിറാ, പിന്നെ മീം കസ്റ മാത്രമേ ഇവിടെ കാണുന്നുള്ളൂ. യഥാർത്ഥത്തിൽ അതെന്താണ്? മീമിന്റെ ഹാൽ എന്താണ്? അവിടെ ഇഖ്തിലാഫ് സംഭവിക്കുന്നുണ്ട്. അല്ല, യഥാർത്ഥത്തിൽ മീമിന്റെ ഹാൽ ഏതാണ്? തെൻവീന്. മീം തൻവീൻ ബിൽ കസ്രി, അല്ലേ? മീം തൻവീൻ ബിൽ കസ്രി മുൻഖലബ് ലിമീം. തൻവീൻ ബിൽ കസ്ർ മീമായി ഇഖ്ലാബ് ചെയ്തു. നിങ്ങൾ നൂൻ സാക്കിന മുൻഖലബാന്ന് നേരത്തെ എഴുതിയില്ലേ? അതേ സാധനം തൻവീൻ ബിൽ കസ്ർ മുൻഖലബ് എന്ന് എഴുതിയാൽ മതി. തൻവീൻ ബിൽ കസ്ർ മുൻഖലബ്, തൻവീൻ ബിൽ ഫത്ഹ് മുൻഖലബ്, തൻവീൻ ബിൽ ദം മുൻഖലബ്. അത്രേ ഉള്ളൂ, വേറെ പ്രശ്നമൊന്നുമില്ല. നൂന് തൻവീന്, നൂന് സാക്കിന എന്നുള്ളത് നൂന് സാക്കിന എന്ന് എഴുതുക. തൻവീനാണ് തൻവീൻ ബിൽ ഫത്ഹ്, തൻവീൻ ബിൽ കസ്ർ, തൻവീൻ ബിൽ ദം മുൻഖലബ്. അങ്ങനെ ഇഖ്ലാബ് സംഭവിച്ച മീമ്, ഇഖ്ലാബ് സംഭവിച്ച് വന്ന മീമ് ബാഇനടുത്ത് ഇഖ്ഫ ചെയ്യും. അപ്പോ മീം തൻവീൻ ബിൽ കസ്ർ മുൻഖലബ് ലിമീം മുഖ്ഫാ ഇൻദൽ ബാഇൽ മഫ്തൂഹ ബിഗുന്ന ഹറകതൈൻ കിറാമിൻ ബററ, കിറാമിൻ ബററ. ഒന്ന് ഓതി നോക്കൂ എല്ലാവരും. അവിടുന്ന് ഒരാൾ ഇവിടെ തഹജി മിൻ ബ എന്നുള്ളിടത്ത് തഹജി പറയൂ. ഒരാള് യാസർക്കാക്ക് വേണേ പേര് പറയാം. മിൻ ബ, അവിടെ തഹജി. തഹജ്. അടുത്ത ആള് മെഹറുനിസത്ത. ആ, തൻവീൻ ബിൽ കസ്റ മുൻകലബ ലിമീമിൽ മുഖ്ഫ ഇൻദൽ ബാ. ആ, ലിമീം എന്ന് പറഞ്ഞാൽ മതി, ലിമീമിൽ എന്ന് വേണ്ട, ലിമീം. ആ മീമിന് മുഖ്ഫ ഇൻദൽ ബാ. ഓക്കെ, വെരി ഗുഡ്. തൻവീൻ ബിൽ കസ്രി മുൻഖലബ് ലിമീം മുഖ്ഫ ഇൻദൽ ബാഇൽ മഫ്തൂഹ ബിഗുന്ന ഹറകതൈൻ. വെരി ഗുഡ്. ഇനി ഫഅൻബത്നാ ഫീഹ, ഒരാൾ കൊടുക്കൂ. മെഹറുനിസത്ത. ആ, നൂൻ സാക്കിന ആ, മുൻകലബ. മുൻകലബ, മുൻകലബ. ഇനി നിങ്ങൾക്ക് മുൻകലബ കിട്ടിയില്ലെന്ന് വിചാരിക്കാം. ഇനി നിങ്ങൾക്ക് മുൻകലബ കിട്ടിയില്ല കാര്യം പറയും വേണമെന്ന് വിചാരിക്കാം. അവസാന ഘട്ടത്തില് നൂൻ സാക്കിന ഇഖ്ലാബ് എന്ന് പറയണം. ഒരു പറയണം. ആ, മുഖ്ഫാഹ് ഇൻദൽ ബാഇൽ മഫ്തൂഹ ഹുന്ന ഹർക്കത്തൈൻ, ബിഗുന്ന ഹർക്കത്ത്, ബിഗുന്ന ഹർക്കത്തൈൻ. ഓക്കേ. ഫഅംബ, ഫഅംബത്നാ ഫീഹാ. ഓതു. ഫഅംബത്നാ ഫീഹാ. ഓക്കെ, ഗുഡ്, ബാറക്കല്ലാഹ്. നെക്സ്റ്റ് മറ്റൊരു പദം. ഫജഅൽനാഹു സമീഅൻ ബസീറ.
അവിടെ സമീഅൻ എന്ന ഐൻ തൻവീൻ ബിൽ ഫത്ത്, അവിടെ എന്തിട്ടില്ല, തൻവീൻ ഇട്ടിട്ടില്ല, ഒരു ഹറക്കത്ത് എടുത്തു കളഞ്ഞു. കാരണം ഇഖ്ലാബിന്റെ അടയാളമായി മീമിനെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അം എന്ന് വായിക്കാൻ വേണ്ടിയിട്ട് ഒരു തൻവീൻ ഒഴിവാക്കിയ, തൻവീന്റെ ഒന്ന് ഒഴിവാക്കിയാണ്. മീമ് അടയാളം ഇട്ടിട്ടില്ലെങ്കിൽ തൻവീൻ ഇടുന്നുള്ളൂ, രണ്ട് ഹറക്കത്തുള്ളൂ, രണ്ട് ഫത്ഹ. മറ്റൊരാൾ തഹജ്ജ് ചെയ്യൂ. അൻ ബ ഫജഅൽനാഹു സമീഅൻ ബസീറാ. അവിടെ അംബ എന്നർത്ഥ തഹജ്ജ് ചെയ്യാൻ പറ്റുമോ? ആയിന് ഇപ്പൊ അവിടെ ഫത്ഹേ ഉള്ളൂ. സത്യത്തിൽ ആയിന്റെ ഹാലേതാ അഷ്റഫ് സാഹിബ്? തൻവീനായിരുന്നു. അപ്പൊ നമ്മൾ അത് തന്നെ പറയണം. അവിടെ എന്തോ ഒരു കൺവേർട്ട് ചെയ്തതാണല്ലോ, ഡൈവേർഷൻ സംഭവിച്ചാണല്ലോ. അപ്പൊ നമ്മൾ സത്യത്തിൽ അവിടെ തൻവീനായിരുന്നു, തൻവീൻ തന്നെ പറയണം. എന്നിട്ട് എന്താ സംഭവിച്ചതെന്ന് പറഞ്ഞാൽ മതി. തൻവീൻ ബിൽ കസ്റ, കസ്റാണോ? തൻവീൻ ബിൽ ഫത്ഹി, എന്തായി? തൻവീന് മദ്ദബി ഇറക്കത്താൻ പറയൂ നമ്മള്. ഐൻ തൻവീൻ ബിൽ ഫത്ഹ, ആ തൻവീൻ എന്തായി മാറി അവിടെ? മീമായി മാറി. അപ്പൊ അതാണ് നമ്മൾ പറയേണ്ടത്. ഐൻ തൻവീൻ ബിൽ ഫത്ഹ മുൻഖലബ ലിമീം, ലിമീം മീമായിട്ട് മാറി. ആ മീം എന്ത് ചെയ്യണം? ബാന്റെ അടുത്ത് ആ മീമിനെ പിന്നെ ഇഖ്ഫാ ചെയ്യണ്ടേ? ബാന്റെ അടുത്ത് മീമിനെ വെച്ച ബാ വന്ന ഇഖ്ഫാ അല്ലേ? സിമ്പിൾ ടെക്നിക്കാണ്. അതായത് ഐൻ തൻവീൻ ബിൽ ഫത്ഹ് മുൻഖലബ് ലിമീം, ആ മീം പിന്നെ ബാന്റെ അടുത്ത് മുഖ്ഫ ഇൻദൽ ബാ മഫ്തൂഹ ബിഗുന്ന ഹറകതൈൻ. അം ബസീറാ സമീഅൻ ബസീറാ. ഓക്കെ, പാരായണം ക്ലിയർ ആണ്. തഹജ്ജി ഒന്നും കൂടെ പ്രാക്ടീസ് ചെയ്യണം കേട്ടോ. ഒന്നുമില്ല, ഐന് അവിടെ തൻവീനായിരുന്നു. അപ്പൊ ആ തൻവീൻ തന്നെ നമ്മൾ പറയുന്നു. ഐൻ തൻവീൻ ബിൽ ഫത്ഹി, എന്നിട്ട് ആ തൻവീന് എന്ന സാധനം മുൻഖലബ ലിമീം, മീമായി മാറി. അപ്പൊ സമീഅം എന്നായി. ആ മീമിനെ സമീഅം എന്ന് നമ്മൾ മാറ്റിക്കൊണ്ടുവന്ന മീമിനെ മുഖ്ഫ ഇൻദൽ ബാ, ബാഇനടുത്ത് മറച്ചു വെച്ചു. ബിഗുന്ന ഹറകതൈൻ എന്നത് വായിക്കുമ്പോ മണിച്ചു, മറച്ചു മണിച്ച് പോകും. തുംബിതുൽ അർദു, അവിടെ നൂൻ സാക്കിന മുതൽ പറയും. നൂൻ സാക്കിന മുൻഖലബ ലിമീം മുഖ്ഫ ഇൻദൽ ബാഇൽ മക്സൂറ. വെരി ഗുഡ്, ബിഗുന്ന ഹർകതൈൻ. വെരി ഗുഡ്, ബാറക്കല്ലാഹു ഫീക്കും. അത് എന്തുകൊണ്ടാണ് നൂൻ സാക്കിന മുൻഖലബ ലിമീമായത്? ആ നൂൻ സാക്കിന മീമായി മാറാനുള്ള കാരണം എന്താ? മറ്റൊരാൾ പറയുന്നത് ശേഷം ബാ വന്നപ്പോൾ. മതി മതി, അത്ര തന്നെ ഉള്ളു, അത്ര തന്നെ ഉള്ളു. അത് അപ്പം വിളിച്ചു പറയണ്ടേ, ബാ വന്നിട്ട് എന്ന് പറയണ്ടേ. യൗമഇദിൻ ബിജഹന്നം. ദാൽ തൻവീൻ ബിൽ കസ്റ മുൻഖലബ ലിമീം മുഖ്ഫ ഇൻദൽ ബാ മഫ്തൂഹ ബിഗുന്ന ഹർകതൈൻ. ബാ മഫ്തൂഹാണോ മദ്മൂമാണോ? ബാ മദ്മൂമാണോ? ഞാൻ രണ്ടെണ്ണം ചോദിച്ചപ്പോ അതിലൊന്നും പറഞ്ഞതാ. ഞാൻ അതിൽ ഇല്ലാത്ത രണ്ടാ പറഞ്ഞത്. അതില് മക്സൂർ അല്ലേ ഉള്ളത്? കെസ്റല്ലേ? ബി ജഹന്നമാണല്ലേ? സാരല്ല, ബിഗുന്ന ഹർകതൈൻ അല്ലേ? അപ്പോ തൻവീൻ ബിൽ കസ്രി മുൻഖലബ് ലിമീം മുഖ്ഫ ഇൻദൽ ബാഇൽ മക്സൂറ ബിഗുന്ന ഹർകതൈൻ. യൗമഇദിൻ ബിജഹന്നമ
يومئذ يتذكر الإنسان لا سورة فجر لنا وجيء يومئذ بجهنم يومئذ يتذكر الإنسان وأنى له الذكرى എന്ന് ചോദിക്കുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ചില ആയത്തുകൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകാം. നിങ്ങൾക്ക് തഹജ്ജി പ്രാക്ടീസിനുള്ള ആയത്തുകളാണ്. കഫറു മീൻ പ്ലസ് ബനി ഇസ്രാഈല അലാ ലിസാനി. മീൻ പ്ലസ് ബനി മീൻ ബനി. ഓക്കെ, നെക്സ്റ്റ്. ഇതൊക്കെ നിങ്ങൾക്ക് അവസരം ഉള്ള ആയത്തുകളാണ്, നിങ്ങൾ ഉപയോഗപ്പെടുത്തണം. ഇൻ യശ യുദ്ഹിബ്കും വയസ്തഖ്ലിഫ് മിൻ ബഅദികും നെക്സ്റ്റ് നിഅമതല്ലാഹി അലൈക്കും ഇദ് ജഅല ഫീകും അൻബിയാ. ഓക്കെ, ഈ 3 ഭാഗവും തഹജ്ജാണ്. ഇനി ഇതേ ആയത്തുകൾ നമ്മൾ ഒന്നുകൂടെ എടുക്കുക, എന്നിട്ട് തൊട്ട് മുമ്പ് പഠിച്ച ചില നിയമങ്ങളെ കൂടെ നിങ്ങൾ റിവൈൻഡ് ചെയ്യണം. അതിനുള്ള അവസരമാണ്. നൂൻ സാക്കിന മുൻഖലബ ലിമീം മുഖ്ഫ ഇൻദൽ ബാഇൽ മഫ്തൂഹ ബിഗുന്ന ഹറകതൈൻ. അല്ലേ, തഹജ്ജിയാണ്. പോട്ടെ, തഹജ്ജി പോട്ടെ, അത് നിങ്ങൾ പഠിച്ചു. ഇൻ യശ യുദ്ഹിബ്കും വയസ്തഖ്ലിഫ് മിൻ ബഅദികും. ഒന്ന് നോക്കൂ. മിൻ ബഅദികും നമ്മൾ നേരത്തെ പറഞ്ഞു. ഇനിയോ ഒന്നോട്ടെ. അംബിയാ. പിന്നെയോ ഈയശ. എന്താ നിയമം? വേഗം പറയൂ ഒരാൾ. ഈയശ. ഇതാം ബിലാഹുന്നല്ലേ? ബിലാവുന്നാണോ? ബിഉന്നല്ലേ? എന്നു അല്ലേ? തെറ്റിപ്പോയാ? എല്ലാം കൂടി പഠിച്ച കൺഫ്യൂഷൻ ആവുന്നുണ്ട്. കൺഫ്യൂഷനാണ്. അങ്ങനെ കൺഫ്യൂഷൻ ആവുന്നു. പഠിക്കുന്നതനുസരിച്ച് കൺഫ്യൂഷൻ പോവല്ലേ ചെയ്യാ. നമ്മൾ ഓതിയപ്പോ തന്നെ മണിച്ചല്ലോ. ബിലാവുന്നാണ് ഈ എന്താ ചെയ്യാ? ഈയശ എന്ന് പറയുന്നത്. അതെ, നാഖിസ്. നോക്കാം. എന്താണ് ഹുക്മ്? വേഗം പറഞ്ഞു പോവാൻ. നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി ഞാനൊരു മാതൃക തന്നല്ലോ. എന്താ അവിടെ? പഴയതൊന്ന് ഓർക്കാണ്. അലിഫ് സിഫ്ർ മുസ്തദിർ ലാ യുൻത. അതെ, വെരി ഗുഡ്. അലിഫ് സിഫ്ർ മുസ്തദിർ ലാ യുൻത. പിന്നെയോ ഇപ്പൊ പഠിച്ച് ഇഖ്ലാബ് നൂൻ സാക്കിന. ഇഖ്ലാബ്. ഓക്കെ. പിന്നെ ഞാൻ പറയൂ മുൻഫസിൽ. മദ് മുൻഫസിൽ ജായിസ് ഇസ്നാൻ വ അർബഅ ഖംസ ഹറകാത്ത്. പിന്നെ മുത്തസിൽ. മദ് മുത്തസിൽ വാജിബ് അർബഅ ഖംസ ഹറകാത്ത്. പിന്നെ അലിഫ് മദ് തബീൽ. അലിഫ് ലയ്യിന മദ് തബീ ഹർകത്ത്. ഓക്കെ, യെസ്. അടുത്ത ആയത്ത് നോക്കൂ, വേഗം പറയണേ. പറയൂ. മുദഅമ. ഓക്കെ. പിന്നെ സാക്കിന മുഖൽഖൽ. ഖൽഖല. ഓക്കെ. പിന്നെ
നമ്മുടെ പറയും എന്താ ജലാല ഇസ്മുൽ ജലാല മാത്രമാണ് ഉള്ളത്. ഇസ്മുൽ ജലാലാണ് അംഗത്തുൽ വസ്ല്. ഓക്കെ, പിന്നെ ഇൻഖലബത്. അതെ, ഇൻഖിലാബ് പറയൂ. മുത്തസിൽ. ഓക്കെ, വെരി ഗുഡ്, ബാറക്കല്ലാഹു ഫീക്കും. യെസ്, സ്ലൈഡ് നോക്കൂ. എന്നിട്ട് അവസാനത്തെ സ്ഥലത്ത് നമ്പർ എത്രയാണ് എഴുതേണ്ടത്, ഏതെല്ലാം അക്ഷരങ്ങളാണ് എഴുതേണ്ടത്. എത്ര അവിടെ നമ്പർ എഴുതുക? 6, 4, 10, 2, 12, 3, 12, 1, 13. ഇനി എത്ര എഴുതണം? 15. നമ്മൾ അംഗീകരിക്കണോ വേണ്ടേ? ഒന്നും പിന്നെ ഓക്കെ ആണെങ്കിൽ ഓക്കെ അടിക്കൂ, അല്ലെങ്കിൽ അല്ല അടിക്കൂ. വേഗം എല്ലാരെ കൈയൊന്ന് അനങ്ങട്ടെ. ലൈക്ക് ഓർ ഡിസ്ലൈക്ക്? മനസ്സിലായില്ല? നമ്മൾ എന്ന ഹുക്മില് ഇദ്ഹാർ, ഇദ്ഗാം ബിഗുന്ന, ഇദ്ഗാം ബിലാവുന്ന, ഇഖ്ലാബ് ബിഗുന്ന, ഇഖ്ഫാ ബിഗുന്ന എന്നീ നിയമങ്ങളാണ് പഠിക്കുന്നത്. അതിൽ ഇദ്ഹാറിന് ഹംസ, ഹ, ഐൻ, ഹ, ഗൈൻ, ഖ എന്നീ 6 അക്ഷരങ്ങൾ വരുമ്പോഴാണ് ഇദ്ഹാർ ആവുന്നത്, നൂൻ സാക്കിന തൻവീൻ. മറ്റൊന്ന് ഇദ്ഗാം ബിഗുന്ന വരുന്നത് എൻമു എന്ന 4 അക്ഷരം വരുമ്പോഴും, ഇദ്ഗാം ബിലാവുന്ന സംഭവിക്കുന്നത് റാ, ലാം എന്നീ 2 അക്ഷരങ്ങളും, ഇഖ്ലാബ് സംഭവിക്കുന്നത് നൂൻ സാക്കിന തൻവീന് ശേഷം ബാവ് വരുമ്പോഴാണ്. എന്നാൽ ഇഖ്ഫാ സംഭവിക്കുന്നത് എത്ര അക്ഷരങ്ങൾ വരുമ്പോഴാണ്, ഏതെല്ലാമാണ്? ബാക്കി അക്ഷരങ്ങൾ. അതുപോലെ ബാക്കി എത്ര? -28 ഇപ്പൊ നമ്മള് ഇതില് 28 അതേഴ്സ് കാണിക്കുന്നത്. നിങ്ങളെല്ലാരെയും 28 അതേഴ്സ് 28 ഈ അക്ഷരം മൈനസ് ചെയ്ത് ബാക്കി എത്രയാണ്? 15. നെക്സ്റ്റ് 15 അക്ഷരങ്ങൾ. ഇനി ബാക്കിയുള്ള 15 അക്ഷരങ്ങളുടെ അടുത്ത് നൂനു സാക്കിന വരുമ്പോ എന്ത് നിയമം പാലിക്കപ്പെടണം? നൂനു സാക്കിനയെ മറച്ചു വെക്കണം, മണിച്ചോദണം. സുക്കൂനിടുകയോ വെളിവാക്കുകയോ ചെയ്യരുത്. അടുത്ത അക്ഷരത്തിലേക്ക് നാവിനെ കൊണ്ടുപോവുകയും മണിച്ചോതുകയും ചെയ്യണം. ഏതെല്ലാം ആയിരിക്കും അക്ഷരം? ഈ അക്ഷരം നോക്കിയിട്ട് ബാക്കി അക്ഷരങ്ങൾ ഓരോരുത്തരൊന്ന് പറയും. താ. ഇനി നിങ്ങൾ പറയണ്ട, അടുത്ത ആള്. ഓക്കെ, 3 പുള്ളി. ആയി. ജീം. വേറെ ആള് പറയും. ജീം പറഞ്ഞവര് പറയുന്നത് ജീം പറഞ്ഞു. ദാല്. എന്താ റാ വരൂലേ ഇതിനിടക്ക്? റാ വരൂല. ഓക്കെ, ഇദ്ഗാമാണ്. ഓക്കെ, റാ വേണ്ട. സീന്. പിന്നല്ല. 15 ആയോ? കാഫ് ക്യാഫ് കഴിഞ്ഞ് ലാമം മീമും നോനൊക്കെ മറ്റേ
ബാബു ആ യാവും ലാമും മീമും നൂനൊക്കെ പറഞ്ഞത്. പിന്നെ ബാബു യാവൊക്കെ ഉണ്ട് ആ എൺമൂന്നുള്ളതില്. ആ ഫാ പറഞ്ഞു, ആ അപ്പൊ അതും ചേർക്കാം. ഫാ ഉണ്ട്. ഓക്കെ, നോക്കൂ, ഇഖ്ഫ ചെയ്യുന്നതാണ് ഇനി നമ്മുടെ വിഷയം. ഇഖ്ഫ ബാക്കിയൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ട് ഇഖ്ഫാനെ മാത്രം ഹൈലൈറ്റ് ചെയ്തു. ശരി, ആ 15 അക്ഷരങ്ങൾ ഇത് അവിടെ ഉണ്ട്. ത സ ജീം ദാൽ ദാൽ സായി സീൻ ഷീൻ സാദ് ضاد طاء ظاء فاء قاف كاف. ഓക്കെ, സ്ക്രീൻഷോട്ട് ചെയ്തു വെക്കാം, പിന്നീട് എഴുതാം. നമ്മൾ ഇതിന്റെ ജസ്റ്റ് ഓരോ ഉദാഹരണം വായിച്ചിട്ട് നമ്മളൊന്ന് അവസാനിപ്പിക്കാം. നൂൻ സാക്കിന, അൻ എന്ന നൂനിനെ കുറിച്ചാണ് പറയുന്നത്. നൂൻ സാക്കിന മുഖ്ഫ, മറച്ചു വെക്കപ്പെട്ടു, അവ്യക്തമായി. സായിനടുത്ത് അൻസൽന എന്ന പദത്തിലെ സ എന്ന അക്ഷരത്തിന്റെ അടുത്ത് ന എന്ന നൂന് വെളിവാക്കാതെ ഓതി, എന്ന് ഓതി. എന്നിട്ട് സ പറയുന്നു. ആ സായി മഫ്തൂഹ, മണിച്ചുകൊണ്ടായിരിക്കണം. ഹറക്കത്തെ തഹജ്ജി ഒന്ന് എല്ലാവരും ഒന്ന് ഇങ്ങനെ നോക്കി കണ്ടൊന്ന് പറഞ്ഞു നോക്കൂ. വാക്കിലേക്ക് നോക്കണം. തഹജ്ജി എഴുതിയ മാത്രം നോക്കിയാൽ പോരാ, അവിടെ റെഡിങ്ങിൽ എഴുതിയ നൂനും സായും നോക്കിയിട്ട് വേണം തഹജ്ജി ചെയ്യാൻ. ഓക്കെ, നെക്സ്റ്റ്. പോട്ടെ, അത് പോട്ടെ, നമ്മൾ പറയണമെന്നില്ല. അതായത് പിന്നെ വേണമെന്ന് സൂചിപ്പിക്കാം, കൺഫ്യൂഷൻ വരണ്ട. ഇഖ്ഫ എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് പറയണം. ഇഖ്ഫ എന്ന് പറഞ്ഞത് ഒരു ഇൽഹാറിനും ഇദ്ഗാമിനും ഇടയിലുള്ള ഒരു അവസ്ഥയാണ്. ഹാലത്തും ബൈനൽ ഇൽഹാർ വൽ ഇദ്ഗാം. ഇൽഹാറിനും ഇദ്ഗാമിനും ഇടയിലാണ്. പക്ഷേ ഇദ്ഗാമിനോടാണ് അതിന് ചായ്വ് കൂടുതൽ. സത്യത്തിൽ ഇദ്ഗാം പോലെ തന്നെയാണ്. പക്ഷേ ഇദ്ഗാമും ഇഖ്ഫാവും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ഇദ്ഗാമിനും ഇഖ്ഫാവിനും മണിക്കും. മുറാത്തിൽ ഉന്ന രണ്ടിനും ഉണ്ടാവും. ഇദ്ഗാം ബിലാവിനൊക്കെ ഉണ്ടാവില്ല കേട്ടോ, വേറെ കാര്യം. എന്നുള്ള ഇദ്ഗാമില് മണിക്കും. പക്ഷെ ഷദ് ഉണ്ടാവൂല ഇഖ്ഫാവിന്. അത് നമ്മൾ പറഞ്ഞ എന്ന് പറയരുത്, അസ്സ എന്നുള്ള സ വരരുത്. എന്നാൽ സായാണെന്ന് വ്യക്തമാക്കാൻ സ എന്ന് പറയണം, അസ്സയായി പോകരുത്. ഇനി അടുത്ത വാക്ക് നോക്കൂ, അവിടെ നമുക്ക് ശ്രദ്ധയില്ലാതെ കാണാം. ഫൻസബ് എന്ന് വരാതെ ഫൻസബ്, യൻദുറൂന സൻജബീല മിൻ ശർരി മിൻ ഖബ്ലി യൻതിഖൂന أندادا منذر من سجيل من ضر من كل ينتهي منثورا من فطور من സക്കാഹ. 15 അക്ഷരങ്ങളും ആയിട്ടോ ഈ സ്ലൈഡില്. ആ സ്ലൈഡ് നിങ്ങൾ തഹജ്ജിക്ക് വേണ്ടി നന്നായി ഉപയോഗപ്പെടുത്തണം. മുറാത്ത് എന്താ അർത്ഥം? പരിഗണിച്ചുകൊണ്ട്, റിഗാർഡിങ്. അതായത് ഉന്നയെ പരിഗണിക്കണം. ഇദ്ഗാമിനെ പോലെ ഇഖ്ഫാവിനും ഉന്നുണ്ട്. പക്ഷെ അദ്മി തഷ്ദീദ് ശദ്ദ് കൊടുക്കൽ അദ്മ ഇല്ല.
രണ്ടായത്തുകൾ ഇവിടെ ഉണ്ട്. ഒരാളൊന്ന് ഇഖ്ഫാ ചെയ്ത് ഓതുക. സുൽഫിക്കർക്ക്. ആ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഫഅൻദിർനി ഇലാ യൗമി യുബ്അസൂൻ. ഒന്നുകൂടി ഓതൂ. ഫഅൻദിർനി ഇലാ യൗമി യുബ്അസൂൻ. ഓക്കെ, നന്നായിട്ടുണ്ട്. അവിടെ റാഇനെ നമുക്ക് തർക്കീഖ് ചെയ്യാം കേട്ടോ. അൻളിർ എന്നത് മാറ്റി അൻളിർ എന്നാക്കാം. ഫഅൻളിർനി ഇലാ യൗമി യുബ്അസൂൻ. ഓക്കെ, അൻളിർനി ഫഅൻളിർനി. ഇങ്ങനെ ഓതിയാ പോരാ, ചില ആളുകൾ ഓതും ഫഅൻളിർനി ഫഅൻളിർനി ഇലാ യൗമി യുബ്അസൂൻ എന്ന് പോരാ. നൂന് ളാന്റെ അടുത്തേക്ക് വരുമ്പോ മണിച്ചു വരണം, മണിച്ച് മറച്ച് ഫഅൻളിർനി ഇലാ യൗമി യുബ്അസൂൻ. ബാറകല്ലാഹ്. രണ്ടാമത്തെ ആയത്ത് വേറൊരാൾ ഓതൂ. അവിടെ തൻവീനാണ്. فأهلكوا بريح صرصر عاتية. രണ്ടാമത്തെ സൊർസറിൻ എന്നിടത്ത് ഇൽഹാർ ചെയ്തു, പക്ഷെ റാഇനെ തർക്കീഖ് ചെയ്തില്ല. സൊർസറിൻ അല്ല, സൊർസരിൻ. ഇഖ്ഫാ പാലിച്ചിട്ടുണ്ട്. രണ്ട് സ്ഥലത്ത് തൻവീൻ ബിൽ കസ്ർ വന്നു. ഒന്ന് തൻവീൻ ശേഷം സാദാണ് വന്നത്, രണ്ടാമത്തെ തൻവീൻ ശേഷം ഐന വന്നത്. അതുകൊണ്ട് ഐൻ വന്നിടത്ത് നമ്മൾ റിൻ എന്ന് നൂന് കേൾക്കും, തൻവീന് കേൾക്കും. റീഹിൻ എന്നിടത്ത് ഇദ്ഗാം ചെയ്തതുപോലെ നമ്മൾ ഇഖ്ഫായിലേക്ക് മാറും. നമ്മൾ ഇദ്ഗാം ചെയ്തത് എങ്ങനെയാണോ അതേപോലെ ഹൈസ അല്ലേ, ഹൈസ. അപ്പൊ അവിടെയും സെയിം സംഭവം തന്നെയാണ്. ആ തൻവീന് ലേശം കേൾക്കുന്നുണ്ട്. ഓക്കെ, പക്ഷെ സ്വാദിന് ശബ്ദില്ലാതെയാണ് വരിക. ശബ്ദ് വരാൻ പാടില്ല, നോർമൽ സ്വാദ് തന്നെ. അതാണ് ഇഖ്ഫ എന്ന് പറയാം. യെസ്, സൂറത്തുൽ ബഖറയിലെ ഒരു ഭാഗമാണ്. ആർക്കും ആവാം. വേഗം വരും, അവസാനിപ്പിക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അലിഫ് ലാം മീം. ദാലിക്കൽ കിതാബു ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ الذين يؤمنون بالغيب ويقيمون الصلاة ومما رزقناهم ينفقون. അവിടെയാണ് പ്രശ്നം. യൂൻഫിഖൂൻ, യൂൻഫിഖൂൻ എന്താ ചെയ്ത് നിങ്ങള്? ينفقون ഇഖ്ഫാ ബിഗുന്ന ഹറകതൈൻ. ينفقون والذين يؤمنون بما أنزل إليك وما أنزل من قبلك وبالآخرة هم يوقنون. ഇവിടെ നിയമങ്ങളൊക്കെ പാലിച്ചിട്ടുണ്ട്, പക്ഷെ രണ്ടക്ഷരങ്ങളുടെ സിഫത്തുകളൊന്നും പാലിച്ചിട്ടില്ല. ഒന്ന് സായിന്റെ, രണ്ട് ഖാഫിന്റെ. മിൻ ഖബ്ലു മിൻ ഖബ്ലിക ഖബ്ലിക. ആ ഖാഫ് ഹെൽത്തി ആയിട്ട് വരുമ്പോഴേ അതിന്റെ സിഫത്ത് പൂർണ്ണമാകും. മിൻ ഖബ്ലിക എന്താ പോരാ, ഖബ്ലിക മിൻ ഖബ്ലിക. അതേപോലെ ഇലാന്ന് പോരാ, ഇല എന്ന് പറഞ്ഞാൽ സായി ആയില്ല.
അൻസില സായുടെ മഖ്റജിൽ കറക്റ്റ് ആയിട്ട് പോയാലേ സാ പോലുള്ള അക്ഷരങ്ങൾ കേൾക്കുള്ളൂ. ഉൻസില എന്ന് പോരാ, അൻസൽന പോരാ, അൻസൽന, ഉൻസില, സായി സായായിട്ട് തന്നെ വരണം. ഓക്കെ, ബാറക്കല്ലാഹു ഫീക്ക്, നന്നായിട്ടുണ്ട്. നെക്സ്റ്റ്, കളർ ചെയ്തിട്ടുള്ള ഭാഗങ്ങളുടെ ഹുക്കുമ് പറയുകയും കൂടെ വേണം. ആരാ പറയാ? ഇദാ വഖഅത്തിൽ വാഖിഅ, കളേർഡ് ആയ ഭാഗത്ത് നിയമം പറയും. ഒന്ന്, ആദ്യത്തെ കളർ ചെയ്തതിൽ വഖഅത്തി എന്ന് പറഞ്ഞതിൽ ഖാഫ് ഫത്ഹ മുഫഖം. വെരി ഗുഡ്. രണ്ടാമത്തെ കളർ ഭാഗം, രണ്ടാമത്തെ مسكت وصلين مسكت وصلين نبدأ تسكت وصلين ലാമു തഅനീം ഖമരിയ. ഓക്കേ, മൂന്നാമത്തെ. مريا ഓക്കേ, മൂന്നാമത്തെ. ساكنة ഓക്കെ ഓക്കെ, ഗുഡ്. ആ സാക്കിന ഇൻദൽ വഖ്. രണ്ടാമത്തെ, ലൈസ ലിവഖഅതിഹാ കാദിബ. രണ്ട്, പിന്നെ രണ്ട്. ഖാഫിദത്തുർ റാഫിഅ. അലിഫ് മദ് മുഫഖമ. പിന്നെ തുറ, ساكنة തുറ, തുറ. إدغام بلا غنة. ഇദ്ഗാം ബിലാ ഗുന്ന. തൻവീൻ ബിൽ ഫത്ഹി മുദ്ഗം ബിലാ ഗുന്ന. അൽ അർദു. ഹംസത്തു വസ്ലിൻ തസ്കുത്തു വസ്ലൻ നബ്ദു ബിഹാ نعم ലാം ഖമരിയ. ലാം ഖമരി. ഹബാ, ഹബാ, സോറി, ഫകാനത്. فكانت من الذي تا ساكنة هذا تامو تا ساكنة مو സാക്കിന മുക്കൽക്കല. ഇതെന്നാ അത് എഴുതി? എന്താ ചെയ്യാ? അവിടെ കൽക്കല പരിഹരിക്കുന്നറിയാതാ ഞാനവിടെ. അതിൽ കാലം ഒരു കണ്ടീഷൻ ഉണ്ട്, കളർ ചെയ്തതൊക്കെ ഉള്ള സാധനം വലുതായി പറയും. ഇവിടെ ഇല്ലാത്തതും ഒരു ഉള്ളതാണല്ലോ, ഇല്ല എന്നുള്ളത് ഒരു ഉള്ള കാര്യമാണ്. ആ അതെ, മുത്തൽക്കല അല്ല. ഓക്കെ, ഹലോ, ആ ഓക്കെ. പിന്നെ അടുത്ത സാക്കിന മുക്കൽക്കലല്ല. അതെങ്ങനെയാ? താഴ് കൽക്കലപ്പെട്ടതാണോ? അടി കിട്ടണം. അല്ല 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 ആ സോറി സോറി. ആണ് മക്കൽക്കലയില്. ആ ആ, താഴ് കൽക്കലല്ല, തോ ആണ്. എനിക്ക് തെറ്റിയതല്ല, ഞാൻ വിചാരിക്കാം ഞാൻ അങ്ങനെ എഴുതി തന്നെയാ. മറ്റേത് ഹബ എന്നുള്ളത് മറ്റൊരു മുത്തസിലല്ല. അതെ അതെ. ആ ഓക്കെ, ഹബാ മൂ. إدغام بغنة كامل. അതിന് മുമ്പ് മദ് മുത്തസില നമ്മൾ കളർ ചെയ്തില്ല. ഇദ്ഗാം ബി ഗുന്ന കാമിൽ ഹർക്കത്തിന്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ അവസാനിപ്പിച്ചുകൊണ്ടിരിക്കുക. ഒന്നോ രണ്ടോ സ്ലൈഡ് കൂടെ ഇൻഷാ അല്ലാഹ്. സലാസ താ മർബൂത ഹ സാകിന ഇൻദൽ വഖ്. മാ അസ്ഹാബു മുൻഫസിൽ. മൈമന മാ അസ്ഹാബു അൽ മശ്അമ السابقون السابقون لام شمسية. أولئك അത് മദ്ദൽ മുൻഫസില്. متصل സിഫ്ർ മുസ്തദീർ. ഓക്കെ, വാവ് സിഫർ മുസ്തദീർ. പിന്നെ മുൻഫസിലോ മുത്തസിലോ വേറെ തീരുമാനാക്കി. മുൻഫസിലല്ലേ? متصل متصل متصل. متصل മുത്തസിലാണോ? നേരത്തെ മുൻഫസിൽ പറഞ്ഞ ആള് തിരുത്തിയോ? ഇല്ല, മുസ്തഫിലാണ്. മുത്തസിലാണ്. ഓക്കെ, സംഭവിച്ചു.
മുത്തസില. യെസ്. നെക്സ്റ്റ്. ഫീ ജന്നാത്തിൻ നഈം ലാം ശംസിയ മിനൽ അവ്വലീൻ വഖലീലും മിനൽ ആഖിരീൻ അലാ സുറുരിൻ മൗദൂന അലാ സുറുരിൻ മൗദൂന മുത്തകിഈന അലൈഹാ മുതഖാബിലീൻ. ഓക്കേ. നെക്സ്റ്റ് വൺ. നൂൻ ഹറഫ് എന്ന അൽ ഹംസത്തു വസ്ലൻ തസ്കുത്തു വസ്ലൻ നബ്ദു ബിഹാ നൂൻ ഹറഫ് എന്ന മുശദ്ദദ ബിൽ ഫത്ഹ. ആഹാ, അതാണോ അന്നഴിയും നൂൻ ഹർഫു ഉന്ന മുശദ്ദദ ബിൽ ഫത്ഹ? അവിടെ ലാം ശംസിയ അതാണ് പറയേണ്ടത്. ലാം ശംസിയ മുദ്ഗമ ഫിൽ നൂനിൽ മഫ്തൂഹ ബിഗുന്ന ഹറകത്തെ. ഓക്കേ. ഖലീലും മിന ഇദ്ഗാം ബിഗുന്ന. അൽ ആഖരീൻ ലാം ഖമരിയ മുദ്ഹറ. സുറുരിൻ മ ഇദ്ഗാം ബിഗുന്ന. മൗദൂന ഹാ സാക്കിന ഇൻദൽ മുതഖാബിലീന മത്ബീ അലിഫ് മദ് മുഫഖമ. ഓക്കേ. അലൈഹിം വിൽദാൻ പറയൂ. എന്താ? മീം സാ അതെ, ഇദ്ഹാറു മീം സാക്കിന. മീം സാക്കിന മുദ്ഹർ. വിൽദാനും മുഖല്ലദൂന. നൂൻ ഇദ്ഗാം ബിഗുന്ന. ബി അബ്വാബിൻ വ തൻവീൻ ബിൽ കസ്റ ഇദ്ഗാം ബിഗുന്ന. കസിം മിൻ സീൻ ഇദ്ഗാം ബിഗുന്ന. മിൻ മഈൻ ഇദ്ഗാം ബിഗുന്ന. അൻഹാ അവിടെ ഇൽഹാർ ഇദ്ഹാർ. വെരി ഗുഡ്. ബാറകല്ലാഹു ഫീകും വനഹ്നു ഫലാ ഉഖ്സിമു لا فلا أقسم بمواقع النجوم إنه لقسم لو إدغام بلا غنة. ميم تنوين بالكسر مدغم في اللام المفتوحة بغير غنة. إدغام كامل. قسم لو تعلمون عظيم. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കട്ടെ. കൃത്യം 10:50 നമുക്ക് നിർത്താൻ പറ്റിയിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കട്ടെ. ചോദിക്കട്ടെ. പറഞ്ഞു. നമ്മൾ ഈ പഠിക്കുന്ന ഈ ങ്ങളൊക്കെ ഈ ഒന്നുകൂടെ പറയേ. ഞാൻ പറയുന്ന കേൾക്കുന്ന കട്ടായി പോകുന്നുണ്ട്, എന്നാലും പറഞ്ഞോളൂ. ഏതാണ്ട് മനസ്സിലാവുന്നു. നമ്മൾ പഠിക്കുന്ന ഈ നിയമങ്ങളൊക്കെ, ഈ തജ്വീദ് നിയമങ്ങള്, ഇത് ഖുർആനുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ മാത്രമേ അപ്ലിക്കബിളുള്ള ഇത് അറബി ഭാഷയുമായിട്ട് വല്ല തരത്തിലും അറബി ഭാഷ നമ്മള് സംസാരണത്തിൽ അത് ബാധിക്കും. ഓക്കെ, സംസാരത്തിൽ പറഞ്ഞാൽ പൊതുവെ അറബിയുമായി ബന്ധപ്പെട്ട കുറെ ഇതില് വ്യത്യസ്ത വീക്ഷണം ഉണ്ട്. ഒന്ന് ഹദീസ് വായിക്കുമ്പോൾ ഇങ്ങനെ തന്നെ വായിക്കണം എന്ന് പറയുന്ന ആളുകളുണ്ട്. പക്ഷെ നിർബന്ധമായും പാലിക്കപ്പെടേണ്ടത് ഖുർആൻ പാരായണത്തിലാണ്. ഇപ്പൊ ഈ അംബിയ എന്നത് ഒക്കെ, അതുപോലെ മിമ്പർ എന്നതൊക്കെ നമ്മൾ പറഞ്ഞു ഖുർആനിൽ വരുമ്പോൾ നമ്മൾ പാലിക്കണം. അല്ലാതെ സംസാരത്തിൽ വരുമ്പോഴാണ് എങ്ങനെ ഉണ്ടാകുക? ഖതീബ് മിമ്പറിൽ കയറി അല്ലെങ്കിൽ അങ്ങനെ പറയുക. ചോദിക്കേണ്ട ബാക്ക്ഗ്രൗണ്ടും അതാണ്. പറയേണ്ടതില്ല, സംസാരത്തിൽ പറയേണ്ടതില്ല. എന്നാൽ
നല്ല അറബി പ്രഭാഷകർ, അറബികളുടെ നല്ല പ്രസംഗം. അൽഹംദുലില്ലാഹ് الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله എന്ന് പറഞ്ഞാൽ നല്ല വളരെ വ്യക്തമായിട്ട് പറയും. വല്ലാഹു ഖലഖകും മിൻ ആദം വഖലഖ ആദമ മിൻ തുറാബ് എന്ന് പ്രസംഗിക്കും. അപ്പൊ പ്രസംഗം കേൾക്കാൻ നല്ല ഭംഗിയാണ്. മീൻ തുറാബ് എന്ന് പറയും. എന്ന് വെച്ച് പ്രസംഗിക്കുമ്പോ തജ്വീദ് നിയമം പാലിക്കണം എന്നല്ല, പക്ഷെ അറബികൾ അവരുടെ സംസാരത്തിൽ നിന്നങ്ങ് വിട്ടിട്ട് ഒരു പ്രഭാഷണ ശൈലിയിലേക്കോ മറ്റോ കയറുമ്പോ ഏറെക്കുറെ ഇതൊക്കെ പാലിക്കാറുണ്ട്. എന്ന് വെച്ച് മുത്തസിലായ മദ്, മുൻഫസിലായ മദ്, ലാസിമായ മദ്, ആരിദ് എന്നിങ്ങനെ വേർതിരിച്ച് സംസാരത്തിൽ കാണിക്കാറില്ല. അതുപോലെ കുട്ടികളെ നമ്മളിപ്പോ പേര് പറയുമ്പോഴേ ഈ ഹഫൂറിനൊക്കെ ഉള്ള പേര് ശരിക്കും നമ്മള് ഗഫൂറിനാക്കിയിട്ടാണ് പറയുന്നത്. അപ്പൊ അവിടൊക്കെ ഉള്ളത് എന്താണ്? അത് പിന്നെ വേറെ നിർവാഹമല്ല. ലത്തീഫ് അതൊക്കെ അങ്ങനെ തന്നെ ഉച്ചരിക്കണമൊന്നുമില്ലല്ലോ. എല്ലാരും ഇപ്പൊ അബ്ദുൽ ഗഫൂർ അത് പോക്കിയിട്ടാണ് ലത്തീഫൊക്കെ പറയാൻ പറ്റും, ലത്തീഫൊക്കെ പറയാൻ പറ്റും. ഗൈനിന് പിന്നെ നമുക്ക് എന്തില്ല, മലയാളത്തിലോ ഇംഗ്ലീഷിലോ സമാന ലെറ്റർ ഇല്ലാത്തത് കൊണ്ട് നമ്മളുടെ മുമ്പിലുള്ള യൂസ് ചെയ്യുന്നത്, ഇപ്പം നമ്മൾ പേര് യൂസ് ചെയ്യുന്ന അറബിയിലല്ലല്ലോ. നമ്മൾ എവിടെയെങ്കിലും ഒരു ഫോം ഫില്ല് ചെയ്യേണ്ടി വന്നാല് PSC ഫില്ല് ചെയ്യുമ്പോൾ ഗൈന എഴുതാൻ മാർഗമില്ല, അപ്പൊ ഗഫൂറാണ്. ഗഫൂറെ നമ്മൾ പറയുന്നത്. പ്രാർത്ഥനകളില് ഈ നിയമം അപ്പൊ ബാധക അല്ലേ? ഇല്ല 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 ഇല്ല. പ്രാർത്ഥനകളിലും ഖുർആൻ പാരായണം ചെയ്യുമ്പോഴാണ് നിയമം കൂടുതലായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. പ്രാർത്ഥനകളിൽ ഒന്നും അങ്ങനെ ശ്രദ്ധിച്ചോളണമെന്നില്ല. എന്നാൽ പ്രാർത്ഥനകളിലൊക്കെ സ്വാഭാവികമായി ഞാൻ ഈ പറഞ്ഞ രീതിയിൽ അറിയുന്ന ആളുകൾ അതിന്റെ എന്താ പറയാ പെർഫെക്ഷൻ കീപ്പ് ചെയ്യാറുണ്ട്. ഇല്ല സാർ, ഒരു സംശയം കൂടി ഉണ്ട്. ഇപ്പൊ ഖുർആൻ ഓതുമ്പോ തന്നെ സാർ പറഞ്ഞല്ലോ ഈ നിയമങ്ങളൊക്കെ പാലിച്ചുകൊണ്ട് തന്നെ ഇത് മുഴുവനായിട്ട് അങ്ങനെ തന്നെ ഓതിയാലാണോ അതിന്റെ അത് മുഴുവൻ? അല്ല, അങ്ങനെ ഓതാൻ കഴിയാത്തവരും ഉണ്ടല്ലോ. കഴിയാത്തവരുണ്ട്. അതിന് റസൂലുള്ള എല്ലാം പറഞ്ഞു വെച്ചിട്ടാ പോയത്. റസൂലുള്ള പറഞ്ഞു മല്ലം യതഗന്ന ബിൽ ഖുർആനി ഫലൈസ മിന്ന. മണിക്കേണ്ട സ്ഥലത്ത് മണിക്കാത്തവന്റെ പാരായണം നമ്മളെപ്പെട്ട പാരായണം അല്ല എന്ന് പറഞ്ഞു. അപ്പൊ നബിന്റെ പാരായണം മണിക്കേണ്ടടുത്ത് മണിച്ചിട്ട് തന്നെയാണ്. അതേപോലെ സഹാബത്തിൽ ഒരാള് ഒരായത്ത് പാരായണം ചെയ്തപ്പോ ഇന്നമ സദഖാതു ലിൽ ഫുഖറാഇ എന്നുള്ളത് നീട്ടാതെ ഓതിയപ്പോ കേട്ട സഹാബി പറഞ്ഞെടുത്തു, ഇതെന്താ ഞങ്ങളെ നബി പഠിപ്പിച്ചെന്ന് ഇത് നീട്ടിയിട്ടാണ്, അതുകൊണ്ട് ഫുഖറാഇ എന്ന് മദ് ചെയ്ത് ഓതണം എന്ന് പഠിപ്പിച്ചു കൊടുത്തു. എന്നാൽ പാരായണം ചെയ്യാൻ, അക്ഷരം വായിക്കാൻ പോലും തപ്പിത്തടയുന്ന ആളുകളുണ്ട്, പല്ലില്ലാത്തവരുണ്ട്, ശ്വാസമില്ലാത്തവരുണ്ട്. ഇങ്ങനെയുള്ള ആളുകളൊന്നും ഇനി ഞാനൊന്ന് ഓതാൻ നിൽക്കണില്ല എന്നു മാറി നിൽക്കണ്ട. വല്ലതി അങ്ങനെ കഷ്ടപ്പെടേണ്ടി വരുന്ന ആളുകൾക്ക് എനിക്കറിയില്ല അതുകൊണ്ട് ഞാൻ വായിക്കുന്നില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കാതെ എന്നെ കൊണ്ട് കഴിയുന്ന പോലെ ഞാൻ വായിക്കട്ടെ, പറ്റുന്നത്ര ഞാൻ പഠിക്കുകയും ചെയ്യും എന്ന് പറഞ്ഞ് വായിക്കുന്ന ആളുകൾക്ക് ഇരട്ട കൂലി ഉണ്ട് എന്നാ പറഞ്ഞത്. ഇതിന്റെ അർത്ഥം തജ്വീദ് പഠിക്കാണ്ട് തെറ്റിച്ചോദ്യ 2 കൂലി ഉണ്ട് എന്നല്ല, തെറ്റിച്ചാൽ 2 എന്നല്ല, പൂർണ്ണമായും കഴിയാഞ്ഞിട്ട് പോലും അവർ കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും എന്നാ പറഞ്ഞത്. അല്ലാണ്ട് 2 കൂലി തെറ്റിച്ചോദ്യവാനും 2 കൂലിയും നന്നായി ഓദ്യവാനും 1 കൂലിയും അല്ല. ഇല്ല, ഞാന് തജ്വീദിന്റെ ക്ലാസ്സിന് ഇങ്ങനെ ഉണ്ടെന്ന് പറയുമ്പോ ഓരോരുത്തർ പറഞ്ഞതാ, ഓരോരുത്തർ ഓതുന്ന രീതി കാണുമ്പോ നമ്മക്കിപ്പോ കുറെ മനസ്സിലായി ഇതിന്റെ തെറ്റും ശരികളൊക്കെ. ഞാനപ്പോ ഓതല് പണ്ട് പല കോലത്തിലാണ്. അപ്പൊ ഒരു പറയും തജ്വീദിന്റെ റൂൾസ് അനുസരിച്ചിട്ട് തന്നെ ഇത് മുഴുവനായിട്ട് ഓതണം, എങ്കിൽ മാത്രമാണോ അത് ശരിയാവാന്ന് ചോദിച്ചതുകൊണ്ട് സാറിന്റെ മുമ്പിൽ ശരിയാവുക അറബിയത്ത് കീപ്പ് ചെയ്യപ്പെടുന്നത് അന്നേരം തന്നെയാണ്. അതിലെന്താ സംശയം? ശരിയായില്ലെങ്കിൽ പ്രശ്നമുണ്ടോന്നേ ചോദിക്കേണ്ടതുള്ളൂ. ഇത് ഗദ്യം പദ്യം അല്ലല്ലോ ഖുർആന്, അതിന്റെ ഇടയിലുള്ള ഒരു ഇതല്ലേ, അതുകൊണ്ടല്ലേ ഇങ്ങനെ സിഫർ മുസ്തദിർ എന്നൊക്കെ വരുന്നതിൽ എഴുതുമ്പോ നമ്മൾ അതൊന്നും വേണ്ടല്ലോ, അങ്ങനെ വരുന്നില്ലല്ലോ. ഇല്ല, ഖുർആൻ എഴുതുന്നിടത്ത് അറബി നിയമത്തിലുള്ളതാണ്. അറബിക്ക് 2 നിയമമാണ് ഉള്ളത് പ്രധാനമായിട്ട്. 1 എഴുത്ത് നിയമം, 2 വായനാ നിയമം. അത് എല്ലാ ഭാഷയ്ക്കും ഉണ്ട്. മലയാളത്തിനും ഉണ്ട്, ഇംഗ്ലീഷിനും ഉണ്ട്, ഹിന്ദിക്കും ഉണ്ട്, എല്ലാത്തിനും ഉണ്ട്. ഇപ്പൊ ഇംഗ്ലീഷിലുണ്ട് ഐസ്ലൻഡ് എന്ന് എഴുതും, പക്ഷെ ഐസ്ലൻഡ് എന്ന് ആരും വായിക്കില്ല, ഐലൻഡ് എന്നേ വായിക്കുള്ളൂ. ഇപ്പൊ സൈക്കോളജി എന്നാ എഴുതുക, പക്ഷെ സൈക്കോളജി എന്നേ വായിക്കുള്ളൂ. അവിടെ സൈക്കോളജി എന്ന എഴുത്തിന്റെ നിയമത്തിൽ ആദ്യത്തെ അക്ഷരം പി ആണ്,
പക്ഷെ ആരും പി സൈക്കോളജി എന്ന് പറയാറില്ല, ഒക്കെ സൈക്കോളജി എന്നേ പറയുള്ളൂ. അതേപോലെ സുനാമിക്ക് ടി ആണ് ആദ്യത്തെ അക്ഷരം, പക്ഷെ ആരും വായനാ നിയമത്തിൽ ട് സുനാമി എന്ന് പറയാറില്ല, സുനാമി എന്നേ പറയാറുള്ളൂ. അതുപോലെ നോളജ് എന്നേ പറയാറുള്ളൂ, ആരുക്ക് നോളജ് എന്ന് പറയാറില്ല, ഐ ഡോണ്ട് കിനോ എന്നും പറയാറില്ല. അത് എഴുത്തിന്റെ നിയമത്തിൽ കിനോ ആണ്, പക്ഷെ വായനാ നിയമത്തിൽ നോ ആണ്. ഓക്കെ. പിന്നെ ഇതൊരു കാവ്യാത്മകമായിട്ടല്ലേ നമ്മൾ ഓതുന്നത്? ഒരു കാവ്യാത്മകമായിട്ട് മലയാളത്തിൽ ഇപ്പൊ ചിലതൊക്കെ പറഞ്ഞാൽ വിമർശനം വന്നുണ്ടായില്ല. കാവ്യാത്മകം കാവ്യാത്മകമല്ല, അവസാനിപ്പിക്കുമ്പോഴൊക്കെ ഒരേ വൃത്തം ഒക്കെ ആണല്ലോ. അതിന് അവസാനിപ്പിക്കുമ്പോഴൊക്കെ റായിലാണ് ചില സൂറത്തൊക്കെ അവസാനിപ്പിക്കുന്നത്. അങ്ങനെയൊക്കെ അല്ല, ഖുർആൻ ഒരു പോയട്രി ആയിട്ട് കാണാൻ പറ്റില്ല. ഇല്ല, കാണാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ കാവ്യാത്മകം എന്ന് പറയേണ്ടത്. കവിതയെ പോലെയല്ല, ഗാനത്തെ പോലെ. ഖുർആനിന്റെ താളം മറ്റൊന്നാണ്, ഖുർആനിൽ നിന്നുള്ള താളരസം മറ്റൊന്നാണ്. അതെല്ലാറ്റിനേക്കാളും മുകളിലാണ്. കവിതയെക്കാളും ഗാനങ്ങളെക്കാളും കഥാപ്രസംഗങ്ങളെക്കാളും ഒക്കെ മികച്ചു നിൽക്കുന്ന എന്തോ ഒരു വശ്യത നിലകൊള്ളുന്ന, അതാണ് അന്നത്തെ കവിതകളിലെ ഏറ്റവും വലിയ രാജാവായിരുന്ന ആള് പോലും, വലീദ് പോലും പറഞ്ഞത് ഇത് വേറെയാണ് സംഭവം എന്ന് പറഞ്ഞ അതുകൊണ്ടാണ്. ഇപ്പൊ മധുസൂദനൻ നായർ കവിത ചൊല്ലുന്ന പോലെ ഖുർആൻ ഓതിയാൽ നമുക്ക് തന്നെ തോന്നില്ല എന്തോ ഒരു കുഴപ്പം ഇവിടെ ഉണ്ട് എന്ന്. എന്നാൽ അതിനിടയിൽ മറ്റെന്തോ ഒരു ഈണം ഖുർആൻ പാരായണത്തിനുണ്ടല്ലോ. യെസ്, ഓക്കെ, നമുക്ക് അവസാനിപ്പിക്കാം. നമ്മൾ ഇൻ സമ്മറി ഉസ്താദ് മനസ്സിലാക്കേണ്ട വിഷയം, ഈ തജ്വീദും ഈ റൂൾസും ഒക്കെ ഖുർആനെ സംബന്ധിച്ചിടത്തോളം അല്ലാഹുവിന്റെ റസൂല് വളരെ കണിശമായി നമ്മൾ പാലിക്കപ്പെടേണ്ട വിഷയമായിട്ട് പറഞ്ഞ കാര്യമാണ്. അപ്പൊ ഖുർആൻ ഓതുമ്പോൾ ഇത് പൂർണ്ണമായും പാലിക്കപ്പെടണം എന്ന് തന്നെ ആണല്ലോ എന്ന്. അതുപോലത്തെ പക്ഷെ ഇന്നത്തെ അറബി സാഹിത്യമങ്ങളാകട്ടെ, ഇന്നത്തെ അറബി മറ്റാകട്ടെ, അതൊന്നും ഇതിനെ ബന്ധിച്ചതല്ല. അത് അതിൻ്റെതായ ഒരു ഭാഷ എന്നുള്ള നിലക്ക് പോകുന്നു. ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം, ഇത് അറബി ഭാഷയിൽ അവതീർണമായ ഈ ഗ്രന്ഥത്തിന് അറബി ഭാഷയോട് കാണിക്കുന്ന അറ്റാച്ച്മെന്റിനേക്കാളും വലിയ ഒരു അറ്റാച്ച്മെന്റ് വേണം, വലിയൊരു കൂറ് വേണം. കാരണം എന്താ വെച്ചാൽ ഇത് റബ്ബിന്റെ കലാമാണ് നമ്മൾ ഈ ഭാഷയിലൂടെ പറയുന്നത്. ഈ ഭാഷയിലൂടെ നമ്മൾ